ക്യാബിൻ ക്രൂ സമരത്തിനിടെ മരിച്ച പ്രവാസി നമ്പി രാജേഷിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനാകില്ലെന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം 2 തവണ റദ്ദാക്കിയതിനെ തുടർന്നാണ് രാജേഷിന്റെ ചികിത്സയ്ക്കായി ഭാര്യയ്ക്ക് മസ്കറ്റിലെത്താൻ കഴിയാതിരുന്നത്. മരണത്തിന് ഉത്തരവാദി എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ലെന്നാണ് കമ്പനിയുടെ വിശദീകരണം. ഹൃദയാഘാതം സംഭവിച്ച നമ്പി രാജേഷിന്റെ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്ത് നിന്ന് മസ്കറ്റിൽ പോകാനാണ് ഭാര്യ അമൃതയും അമ്മയും എയർ ഇന്ത്യ എക്സ്പ്രസിൽ ടിക്കറ്റ് എടുത്തത്. എന്നാൽ ക്യാബിൻ ക്രൂ സമരത്തെ തുടർന്ന് വിമാനം റദ്ദാക്കി. വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ച അമൃതയ്ക്ക് അടുത്ത ദിവസത്തെ ടിക്കറ്റ് എയർ ഇന്ത്യ അധികൃതർ നൽകി. എന്നാൽ ആ വിമാനവും റദ്ദാക്കിയതോടെ അമൃതയ്ക്ക് ഭർത്താവിനടുത്തെത്താനായില്ല. ഇതിനിടെയാണ് നമ്പി രാജേഷ് മരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച നമ്പി രാജേഷിന്റെ മൃതദേഹം എയർ ഇന്ത്യ എക്സ്പ്രസ് ഓഫീസിന് മുന്നിൽ വെച്ച് കുടുംബം പ്രതിഷേധിച്ചിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് നമ്പി രാജേഷിന്റെ ഭാര്യ അമൃത കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിനും പരാതി നൽകിയിരുന്നു. എന്നാൽ നഷ്ടപരിഹാരത്തുക നൽകാനാവില്ലെന്ന് കാണിച്ചാണ് ഇപ്പോൾ ഇമെയിൽ സന്ദേശം ലഭിച്ചിരിക്കുന്നത്. മരണത്തിന് ഉത്തരവാദി തങ്ങളല്ലെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വാദം. അമൃതയ്ക്കും ഭർത്താവിനടുത്തെത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ കഴിയുമായിരുന്നു. 2 കുഞ്ഞുങ്ങളാണ് നമ്പി രാജേഷിനും അമൃതയ്ക്കുമുള്ളത്. നമ്പി രാജേഷിന്റെ മരണത്തോടെ നിസ്സഹായ അവസ്ഥയിലാണ് അമൃതയും മക്കളും. ഇവരോടാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഈ ക്രൂര നടപടി. സ്വകാര്യവൽക്കരണത്തെ തുടർന്നുള്ള തൊഴിലാളി ദ്രോഹ നടപടിക്കെതിരെയായിരുന്നു തൊഴിലാളികളുടെ പ്രതിഷേധം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.